പരിപ്പും മത്തനും കൊണ്ട് നല്ലൊരു കറി തയ്യാറാക്കിയാലോ. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ച് കറി ആട്ടോ ഇത്. അതുപോലെ തന്നെ ചപ്പാത്തിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു കഷ്ണം മത്തൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും അതുപോലെ തന്നെ പരിപ്പ് കുതിർത്ത് വെച്ചതാണ്, അതും കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നവരാട്ടോ വേവിച്ചത്. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. അപ്പോൾ തേങ്ങ മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാടങ്ങ് പേസ്റ്റായിട്ട് വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5-8 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടാനുണ്ട്, അതാണ് കേട്ടോ ഈ കറീൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും നല്ലൊരു കളറാവുന്നവരെ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ആട്ടോ, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.